ഹായ് വ്യൂവേഴ്സ്, സെല്ലിൽ വീണ്ടും നമ്മളൊരു ഡിസൈനർ കുർത്തിയുടെ കളക്ഷനുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ആ ഡിസൈനർ കുർത്തി വളരെ അഫോർഡബിൾ പ്രൈസിൽ, മാനുഫാക്ചറിങ് പ്രൈസിലാണ് നമ്മളത് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ വേറെ ചെയ്തിരിക്കണ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല ഫ്ലോയി ആയിട്ടുള്ള മെറ്റീരിയലിൽ ഇതുപോലെ നമ്മളൊരു യോക്കൊക്കെ കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഗ്യാദേഴ്സ് ഒക്കെ കൊടുത്തിട്ട് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇതാണ് അതിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് വയറൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അതൊന്നും അറിയത്തില്ല. കണ്ടോ, ഇതുപോലെ ഒരു സ്ക്വയർ പാറ്റേൺ കൊടുത്തു റൗണ്ട് വിത്ത് കട്ട് വി കട്ടൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ഈ നെക്ക് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. കണ്ടോ, ഇതുപോലെ യോക്ക് ഒരു കാന്ത കോട്ടൻ്റെ ഒരു ഫ്ലോറൽ പാറ്റേൺ ഒക്കെ കൊടുത്തിട്ട് നമ്മളിതാണ് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ യോക്കിൻ്റെ ഭാഗത്ത് മാത്രം ചെറിയ പൊടി ഗ്യാദേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്ലീവ് എഡ്ജിലാണെങ്കിലും സെയിം ഈ പ്രിൻറ്റഡ് ഫാബ്രിക്കിൻ്റെ തന്നെ നമ്മളൊരു കഫ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലൊരു കഫും കൊടുത്തിട്ടാണ് ഇത് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ബാക്ക് പോർഷൻ പറയുകയാണെങ്കിൽ എലൈനാണ് വന്നിട്ടുള്ളത്. വൺ സൈഡ് പോക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന്. കണ്ടോ, അതുപോലെ തന്നെ സ്ലിറ്റ് വരുന്നുണ്ട്. എലൈനാണ് ഇന്നറോട് അതായത് ലൈനിങ്ങോട് കൂടിയാണ് നമ്മളിത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ S2XX സൈസ് വരെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ആക്ച്വലി ഞാനിത് യൂസ് ചെയ്തിരിക്കുന്നത് M സൈസ് ആണ് കേട്ടോ. M സൈസ് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടാൽ മനസ്സിലാവും, ഇത്രത്തോളം ലൂസിലാണ് M എടുക്കുന്നത്. അപ്പോൾ 3XLകാർക്കും XXL യൂസ് ചെയ്യാൻ പറ്റൂ കേട്ടോ ഇത്. കാരണം ആ അങ്ങനത്തെ മോഡലാണ്. കണ്ടോ, ഇത്രത്തോളം ലൂസിലാണ് M തന്നെ കിടക്കുന്നത്. ഇത് ഇച്ചിരി ലൂസ് ടൈപ്പ്, അതായത് ഒരു സൈസ് എക്സ്ട്രാ സൈസ് ഫിറ്റിംഗ് ആണ് വരുന്നത് കേട്ടോ. അതുപോലെ തന്നെയാണ് S2XX. SXXകാർക്കും XXL യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ധൈര്യമായിട്ട് എടുത്തോളൂ കേട്ടോ. അതുപോലെ സ്ലീവ് ഒക്കെ തന്നെയാണെങ്കിലും 3/4 ആണ് വന്നിട്ടുള്ളത്. നെക്ക് ആണെങ്കിലും നല്ല അടിപൊളിയായിട്ടുള്ള ആ ഒരു ഇതിലാണ് നമ്മൾ നെക്കും ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. നല്ല റെഡാണ്, നല്ല വെച്ചാൽ ഡാർക്ക് റെഡ് അല്ല, ഒരു ചില്ലി റെഡ് ഉണ്ടല്ലോ, അതാണ്. നിങ്ങൾക്ക് എത്രത്തോളം ഈ വീഡിയോയിൽ ഈ കളറ് എങ്ങനെയാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ കളറൊരു ചില്ലി റെഡാണ് കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ. കണ്ടോ, അതുപോലെ തന്നെ സ്ലബ്, അതായത് റയോൺ സ്ലബ് എന്നാണ് ഈ മെറ്റീരിയലിനെ പറയുന്നത്. നിങ്ങൾ ഈ മെറ്റീരിയലിൻ്റെ കണ്ടോ, ഇതുപോലെ ഇങ്ങനൊരു സെൽഫ് ചെക്ക് പോലെ വന്നിട്ടുണ്ട് ഇതിൽ. കണ്ടോ നിങ്ങൾ, അങ്ങനെയാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് കളർ വരുന്നത്. നല്ല ചില്ലി റെഡാണ്. ആരും മിസ്സാക്കേണ്ട, എല്ലാവരും പർച്ചേസ് ചെയ്യണം. അതിനോടൊപ്പം ബ്ലാക്ക് ആണ് കേട്ടോ ഈ കൊടുത്തിരിക്കുന്ന ഈ പാറ്റേൺ എന്ന് പറയുന്നത്. ബ്ലാക്കിലാണ് നമ്മൾ ഈ പ്രിൻറ്റ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. കണ്ടോ നിങ്ങൾ, ചെറിയ, അതായത് വളരെ ചെറുതായിട്ടുള്ള ഗ്യാദേഴ്സാണ് കേട്ടോ നമ്മളിത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കളർ ഞാനിപ്പോൾ വേറെ ഇരിക്കുന്നത് ചില്ലി റെഡാണ്. നല്ല ഇതിൽ കാണിക്കുന്ന 2 കളേഴ്സും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി സെക്കൻഡ് കളർ കാണാം. സെക്കൻഡ് കളറും ഒരു രക്ഷയില്ലാത്ത കളറാണ്. നേവി ബ്ലൂ ആണ് കേട്ടോ. ഡാർക്ക് നേവി ബ്ലൂ ആണ്. ഡാർക്ക് നേവി ബ്ലൂയിലേക്ക് ഇതുപോലെ തന്നെ ഒരു വൈറ്റിൽ ബ്ലൂ കളർ വന്നിട്ടുള്ള പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത്. കണ്ടോ, നല്ല ലെങ്തിയാണ് കേട്ടോ വരുന്നത്. വൺ സൈഡ് പോക്കറ്റൊക്കെ നമ്മളിതിന് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, വൺ സൈഡ് പോക്കറ്റ്. സ്ലീവ് എഡ്ജ് ആണെങ്കിലും ഇത് നോക്കിക്കോളൂ നിങ്ങൾ, ആ സെയിം പാറ്റേൺ കൊടുത്തിട്ടാണ് നമ്മൾ സ്ലീവ് എഡ്ജും ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇതും അതുപോലെ തന്നെയാണ്. സ്ലബ് കോട്ടൺ റയോൺ സ്ലബാണ്. നോക്കിക്കോ, ഇതിൽ കണ്ടോ, ഇതിൻ്റെ പ്രിൻറ്റും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. കണ്ടോ, ഇതിലും ഒരു ചെറിയ കണ്ടോ സെൽഫ് പ്രിൻ്റ് അല്ല, വീവിങ് ആണ് കേട്ടോ പോയിട്ടുള്ളത്. ഇതും അതുപോലെ തന്നെയാണ്. മറ്റേതിൽ ചെറിയ ചെക്ക് ടൈപ്പാണ്, ഇതിൽക്ക് ചെറിയ ഡോട്ട് ടൈപ്പാണ് കേട്ടോ. നെക്കാണെങ്കിലും സെയിം ഇതുപോലെ തന്നെയാണ്. ഇതുപോലെ റൗണ്ട് വിത്ത് വി ആണ് നമ്മൾ ഇതിന് നെക്ക് കൊടുത്തിട്ടുള്ളത്. വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് വന്നിട്ടുള്ളത്. നല്ല രസമായിട്ടുള്ള കളേഴ്സ് അല്ലേ ഇത് രണ്ടും. അപ്പോൾ 2 പെട്ടെന്ന് ഒരു പർച്ചേസ് ചെയ്തോളൂ. മുന്നേ നമ്മളിതിൻ്റെ ഒരു ഗ്രീന്, ഒറ്റ കളറിൽ ഗ്രീൻ മാത്രം നമ്മളിതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എത്ര പെട്ടെന്ന് തന്നെയാണ് അത് സോൾഡ് ഔട്ട് ആയി പോയിട്ട്. അപ്പോൾ അതിൻ്റെ തന്നെയാണ് മെറ്റീരിയൽ സെയിം തന്നെയാണ്. വളരെ അഫോർഡബിൾ പ്രൈസിലാണ്, ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മളിത് അവൈലബിൾ ആക്കുന്നത്. അതുപോലെ തന്നെ ഈ മെറ്റീരിയലൊക്കെ ആണെങ്കിലും വളരെ നന്നായിട്ട് കംഫിയാണ്. അത് തന്നെയല്ല, ലോങ് ലാസ്റ്റിംഗ് മെറ്റീരിയലാണ് ഇതിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ള, അതായത് എക്സ്പോർട്ട് ക്വാളിറ്റി മെറ്റീരിയലാണ് ഇത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തന്നെ ഒരുപാട് നമ്മൾ കോഴ്സിറ്റൊക്കെ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ടൈമിലൊക്കെ. പെട്ടെന്ന് തന്നെയാണ് അതൊക്കെ തീർന്നു പോയിട്ടുള്ളത്. അപ്പോൾ ഇത് അടിപൊളിയായിട്ടുള്ള 2 കളേഴ്സ് തന്നെയാണ്, റെഡും നേവി ബ്ലൂവും. S2XX XXLകാർക്ക് XXL യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം പർച്ചേസ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, നമ്മളുടെ ഓരോ കളക്ഷൻസും നിങ്ങൾ ഒരുപാട് കമൻസും മെസ്സേജസൊക്കെ നമുക്ക് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ചെയ്യുമോ അങ്ങനെ ചെയ്യുമോ എന്നൊക്കെ. നമ്മളതെല്ലാം നിങ്ങൾക്ക് എന്തൊക്കെയാണോ വേണ്ടതെന്ന് അതെല്ലാം നമ്മൾ എന്താ പറയുക, അതിനെ നമ്മളെല്ലാം അക്സെപ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോന്നും നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു എന്തൊക്കെയാണ് നിങ്ങളുടെ ഐഡിയാസ് എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങളോടുകൂടി ഷെയർ ചെയ്തോളൂ. ഞങ്ങൾ തീർച്ചയായിട്ടും അത് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മളും നോക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മളുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നതാണ്. അതുപോലെ തന്നെ മെസ്സേജിനൊക്കെ റിപ്ലൈ ലേറ്റ് ആവണമെന്ന് പറഞ്ഞിട്ടൊന്നും ആരും പറയാവണ്ട. മെസ്സേജൊക്കെ പെട്ടെന്ന് തന്നെ റിപ്ലൈ തരും എല്ലാവരും. ഒത്തിരി മെസ്സേജസ് അങ്ങനെ വരുന്ന കാരണമാണ് ആ ഒരു ലേറ്റ് ആവുന്നത്. അപ്പോൾ ആരും മിസ്സാക്കേണ്ട, എല്ലാവരും പെട്ടെന്ന് കയറി പർച്ചേസ് ചെയ്തോളൂ. നമ്മൾക്ക് S2XX സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. XXLകാർ XXL യൂസ് ചെയ്യാൻ ഒക്കുന്നതാണ്. കാരണം ഞാൻ വേറെ ചെയ്തിരിക്കുന്ന സൈസ് M ആയതുകൊണ്ട്
ഇതിനും ബാക്ക് സൈഡ് എലൈനും വിട്ടുപോയിട്ടോ. ഫ്രണ്ട് ഭാഗം നമ്മൾ ഇതുപോലെ തന്നെ ചെറിയ ഗ്യാദേഴ്സ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ട് ബാക്കും ഇതുപോലെ തന്നെ എലൈനാണ് കേട്ടോ വന്നിട്ടുള്ളത്. അത് പറയാൻ വിട്ടുപോയതാണ് ലാസ്റ്റിലേക്ക്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ്, ഞാൻ താഴത്തെ വാട്സപ്പ് നമ്പേഴ്സുകൾ കൊടുക്കുന്നുണ്ട്, അതിൽ മെസ്സേജ് ചെയ്താൽ മതി. താങ്ക്